കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികൾക്ക് കണ്ണീരോടെയാണ് കേരളം വിട നൽകിക്കൊണ്ടിരിക്കുന്നത്. മൃതദേഹം എത്തിച്ചതിന് ശേഷം 12 പേരുടെ സംസ്കാരമാണ് ഇന്ന് വിവിധയിടങ്ങളിലായി നടന്നു വരുന്നത്. 11 പേരുടെ സംസ്കാരം നാളെയും മറ്റന്നാളുമായിട്ടാണ് നടക്കുക. 23 പേരുടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത് പോലീസ് അകമ്പടിയോടുകൂടിയായിരുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും സുജു ടി ബാബു ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സുജു, ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. എന്തൊക്കെയാണ് അവിടുത്തെ സംസ്കാര നടപടികൾ? മറ്റ് വിവരങ്ങൾ കൂടി ചേർത്താൽ. തീർച്ചയായിട്ടും അജിംഷാദ്, ഏറ്റവും അധികം ആളുകൾ മരിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ 6 പേരാണ് ഈ കുവൈറ്റുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത്. ഇപ്പോൾ മുരളീധരൻ PVയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിതയാണ് എരിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മൃതദേഹങ്ങൾ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ അതിർത്തിയായ ഇടിഞ്ഞിലത്ത് വെച്ച് ഏറ്റുവാങ്ങി. നിർണം സ്വദേശി മാത്യു തോമസ്, തിരുവല്ല മേപ്പറ സ്വദേശി തോമസ് ഉമ്മൻ എന്നിവരുടെ മൃതദേഹങ്ങൾ പുഷ്പഗിരി ആശുപത്രിയിലെ മോർച്ചറിയിലേക്കും, കീഴ്വായ്പ് സ്വദേശി സിബിൻ്റെ മൃതദേഹം മല്ലപ്പള്ളി മാത്തൻ ആശുപത്രിയുടെ മോർച്ചറിയിലേക്കും, പന്തളം സ്വദേശി ആകാശിൻ്റെ മൃതദേഹം ഇടപ്പോൺ ജോസ്കോ ആശുപത്രിയുടെ മോർച്ചറിയിലേക്കുമാണ് മാറ്റിയിട്ടുള്ളത്. കോന്നി സ്വദേശി സജു വർഗീസിൻ്റെ മൃതദേഹം ഓൺസ്യുവൻ ആശുപത്രിയുടെ മോർച്ചറിയിലേക്കുമാണ് മാറ്റിയത്. വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരുടെ സംസ്കാരമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നടന്നത്. ഏറ്റവും ദുഃഖകരമായ സംഭവം തന്നെയാണ്. ഈ വായിച്ച പേരുകൾ തന്നെ കേൾക്കുമ്പോൾ അറിയാം പത്തനംതിട്ട ജില്ലയിൽ എത്രയധികം ആളുകളാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടു എന്നത്. മുരളീധരൻ നായരുടെ വീട്ടിലേക്ക് ഈ ഒരു മൃതദേഹം എത്തിച്ചപ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് പോലും താങ്ങാനാവാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു. ഒരു പക്ഷേ ഇന്ന് മറ്റ് എല്ലാ ഇടങ്ങളിലും ഇതേ കാഴ്ച തന്നെയായിരിക്കാം കണ്ടത്. എല്ലായിടത്തും ദുഃഖഭരിതമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു എന്നാണ് പറയേണ്ടിട്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ ചടങ്ങുകൾ, അതായത് സിബിൻ, സജു വർഗീസ്, മാത്യു തോമസ് എന്നിവരുടെ സംസ്കാരം തിങ്കളാഴ്ചയും ആകാശിൻ്റെ സംസ്കാരം നാളെയുമാണ് നടത്തുക. അതാണ് പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനമായി തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ വലിയൊരു നീണ്ട പ്രവാസ ജീവിതം നയിച്ച ശേഷം തിരികെ അദ്ദേഹത്തിന് നാട്ടിലേക്ക് എത്തുക എന്ന ഒരു താല്പര്യം വെച്ച് പുലർത്തുന്നതിനിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. 16 വർഷത്തോളം കുവൈത്തിലെ കമ്പനി സൂപ്പർവൈസർ തസ്തികയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇതിൻ്റെ പ്രവാസ ജീവിതത്തിനിടയിൽ തൻ്റെ മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ തിരികെ നാട്ടിലെത്തി ഒരു വിശ്രമ ജീവിതം ആണ് ഇനി താൻ ഉദ്ദേശിക്കുന്നതെന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇനി ഞാൻ കുവൈറ്റിലേക്ക് ഈ തവണയാണ് ഇവിടെ പോയ ശേഷം ഇനി തിരികെ എത്തുമ്പോൾ അദ്ദേഹത്തിന് നാട്ടിൽ ഒരു വിശ്രമ ജീവിതമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന കാര്യമാണ് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ പങ്കുവെച്ചത്. എന്നാൽ ആ സ്വപ്നം സഫലമാകാതെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കണ്ണീരിൽ അഴുത്തിയുള്ള ഒരു യാത്ര എന്ന് പറയേണ്ടിട്ടിരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈ നാട്ടിലുള്ളവർക്കെല്ലാം തന്നെ ഒരേ നല്ല അഭിപ്രായം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജോലിയിൽ ഏറ്റവും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന വ്യക്തി കൂടിയായിരുന്നു മുരളീധരൻ PV എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലതവണ അദ്ദേഹം ജോലി വേണ്ട എന്ന് വെക്കുമ്പോൾ കമ്പനി തിരികെ വിളിക്കുകയും സൂപ്പർവൈസർ തസ്തികയിൽ ജോലി തുടരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അത്രത്തോളം ആത്മാർത്ഥമായി തൻ്റെ ജോലി ചെയ്ത വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹത്തെ പലതവണ കമ്പനിയെ അത്തരത്തിൽ അംഗീകരിക്കുകയും തിരികെ വിളിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിൻ്റെ തിരികെ ഉള്ള വരവ് എന്നത് ചേതനയറ്റ ശരീരമായിട്ട് തന്നെയായിരുന്നു. അവസാനം അദ്ദേഹത്തിന് കണ്ണീരിൽ അഴുത്തിയ ഒരു യാത്രയപ്പാണ് ഇപ്പോൾ നാടും ബന്ധുമിത്രങ്ങളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. ആളുകൾ ഇവിടെ ഒരു നോക്ക് അവസാനമായി കാണാൻ വരുന്നവരൊക്കെ തന്നെ വലിയ ദുഃഖത്തോടെ അവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, കരയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗീത, മകൾ ഗ്രീഷ്മ, മകൻ ഗിരീഷ് എല്ലാം തന്നെ അവരെ സംബന്ധിച്ചോളം ഈ ഒരു ദുഃഖം അല്ലെങ്കിൽ ഈ ഒരു വേദന അവർക്ക് ദിവസങ്ങളോ മാസങ്ങളോ എടുക്കുമായിരിക്കും ഒരു പക്ഷേ ഇത് അംഗീകരിക്കുവാൻ മനസ്സുകൊണ്ട് എന്ന സാഹചര്യമാണ്. അവർ മാത്രമല്ല, ഗിരീഷാണ് അന്ത്യകർമ്മ ചടങ്ങുകളൊക്കെ നടത്തി ചിതയ്ക്ക് തീ കൊളുത്തിയത്. മകൻ മറ്റ് എത്തിയ എല്ലാ ബന്ധുക്കളും തൻ്റെ ബന്ധുക്കൾ മാത്രമല്ല നാട്ടുകാർ ഇപ്പോൾ ഇതിനു മുമ്പ് ഈ അദ്ദേഹത്തിന് മൃതദേഹം എത്തുന്നതിന് അല്പസമയം മുമ്പ് നമ്മളുടെ ആളുകളുടെ പ്രതികരണം എടുത്തപ്പോൾ വൈദികൻ ജിജി തോമസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുരളിയേട്ടൻ ഞങ്ങളുടെ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം നാട്ടിൽ അവധിക്കൊക്കെ വരുമ്പോൾ എല്ലാവരോടും വലിയ സഹകരണവും സ്നേഹമൊക്കെ വെച്ചു പുലർത്തിയ വ്യക്തിയായിരുന്നു എന്ന് അത്രയധികം നാട്ടുകാരോടും ഒക്കെ തന്നെ സമൂഹത്തോടൊക്കെ തന്നെ
തന്നെ ഒരു പ്രതിബദ്ധതയോടെ ജീവിച്ച മനുഷ്യനാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവസാനിപ്പിച്ചു. അവസാനമായി അദ്ദേഹത്തിൻ്റെ ചിത എരിഞ്ഞൊടുങ്ങുമ്പോൾ കാണുന്ന ആ ഒരു ദൃശ്യങ്ങളിൽ പോലെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും വേദന നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഞാൻ സൂചിപ്പിച്ച പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം. നൽകിയത്.